Hello everyone, I am Nimisha from Jovi's Perfect Academy. ഇന്ന് നമ്മൾ PTE one of the important section ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് and that is right from dictation from listening module. Listening moduleലെ ഒരു important section ആയിട്ട് വേണം നമ്മൾ right from dictationനെ കണക്കാക്കാൻ because here from this section we may have more questions. അതുപോലെ തന്നെ സ്കോറും നല്ല രീതിക്ക് കോൺട്രിബ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്, ഒരു ഇൻറ്റഗ്രേറ്റഡ് ടാസ്ക് ആണ്. സ്കോർ കോൺട്രിബ്യൂഷൻ രണ്ട് മൊഡ്യൂളിലേക്കൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ this is considered to be one of the important sections from listening module. Okay, so let's start today's session, right from dictation. ഇപ്പോൾ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ഫോർമാറ്റ് റിലേറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിലിങ്സ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ. ഹൗ ടു എക്സൽ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടാസ്കിൽ എക്സൽ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ ഡു ഓർ വാട്ട് ഓൾ തിങ്സ് വി നീഡ് ടു കീപ്പ് ഇൻ അവർ മൈൻഡ് വൈൽ ഡൂയിങ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. So first point, you will hear a short sentence, typically from 8 to 16 words. Okay, നമ്മളൊരു ഓഡിയോ കേൾക്കാണ്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടാസ്കിൽ നമ്മളൊരു ഓഡിയോ കേൾക്കാണ്. ആ ഓഡിയോനകത്ത് ഒരു സെൻറ്റൻസ് ആയിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കുക ആൻഡ് ദാറ്റ് സെൻറ്റൻസ് ക്യാൻ കണ്ടെയ്ൻ 8 to 16 number of words. അത്രയും വാക്കുകൾ ഉണ്ടായിരിക്കും. 8 or 16 അത്രയും ആ ഒരു റേഞ്ചിൽ അത്രയും നമ്പർ ഓഫ് വേർഡ്സ് ആയിരിക്കും ആ ഒരു സെൻറ്റൻസിലുണ്ടായിരിക്കുക. സോ യു വിൽ ഹിയർ ടു എ ഷോർട്ട് സെൻറ്റൻസ്. Type it exactly as you hear it into the response box. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ കേട്ട സെൻറ്റൻസ് എന്തായിരുന്നോ അത് എക്സാക്ട്ലി അതുപോലെ തന്നെ ആ വേർഡ്സ് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഓഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഫൈൻഡ് എ സ്പേസ് ദെയർ, ഒരു റെസ്പോൺസ് ബോക്സ് ഉണ്ടായിരിക്കും. സോ വി ഹാവ് ടു ടൈപ്പ് ദാറ്റ് സെൻറ്റൻസ് എക്സാക്ട്ലി വാട്ട് വി ഹാവ് ഹേർഡ് ഇൻ ടു ദാറ്റ് റെസ്പോൺസ് ബോക്സ്. ഓക്കെ, റൈറ്റ് ആസ് മച്ച് ഓഫ് ദ സെൻറ്റൻസ് ആസ് യു ക്യാൻ. നമുക്ക് ആ സെൻറ്റൻസിൽ എത്രത്തോളം വേർഡ്സ് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം വേർഡ്സ് നമ്മൾ ഗ്രാസ്പ് ചെയ്തോ അത്രയും വേർഡ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സോ ട്രൈ ടു റൈറ്റ് ആസ് മച്ച് ഓഫ് ദ സെൻറ്റൻസ് ആസ് യു ക്യാൻ. Then you will hear the sentence only once. നമുക്ക് ഒറ്റ തവണ ഓഡിയോ കേൾക്കാൻ പറ്റുള്ളൂ. അത് ലിസ്ണിംഗ് ടാസ്കുകളെല്ലാം അങ്ങനെ തന്നെയാണ്. സ്പീക്കിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലിസ്ണിംഗ് വരുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ്. വി ക്യാൻ ഹിയർ ടു ദ ഓഡിയോ ഓൺലി വൺസ്. ഒരൊറ്റ തവണയെ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരൊറ്റ തവണ നമുക്ക് റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. എവറി തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ഇസ് ഓൺലി വൺസ്. ഓക്കെ, ദ ലിസ്ണിംഗ്, ദ റെക്കോർഡിംഗ് പാർട്ട് എല്ലാം നമുക്ക് ഓരോ തവണയാണ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് റിപ്പീറ്റ് ചെയ്യാനോ റീഡു ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, so you will hear the sentence only once. Echo it, repeat the sentence in your head. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കേട്ട സെൻറ്റൻസ് നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ റിട്ടൻഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മെമ്മറി റിട്ടൻഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ടാക്ടിക്കാണ് ഈ പറഞ്ഞ് എക്കോ ഇറ്റ്, അതായത് റിപ്പീറ്റ് ചെയ്യുക. കേട്ട സെൻറ്റൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. കേട്ടത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ മൈൻഡിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി രജിസ്റ്റർഡ് ഇൻ ടു അവർ മൈൻഡ്. സോ ട്രൈ ടു റിപ്പീറ്റ് ദ സെൻറ്റൻസ് വാട്ട് യു ഹാവ് ഹേർഡ് ആൻഡ് റിപ്പീറ്റ് ദ സെൻറ്റൻസ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ദെൻ ടൈപ്പ് ക്വിക്ക്ലി വൈൽ ചെക്കിംഗ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ റൈറ്റിംഗ് ടാസ്കും കൂടി ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു. ലൈക്ക് നമുക്കിവിടെ ലിസ്ണിംഗ് വരുന്നുണ്ട് ആൻഡ് റൈറ്റിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് സ്കിൽസും ഇൻവോൾവ് ആയതുകൊണ്ട് രണ്ടിലും നല്ല ഫോക്കസ് വേണം. സോ ലിസൺ ചെയ്തു, ഒരു സെൻറ്റൻസ് കേട്ടു, എക്സാക്ട്ലി ആ വേർഡ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ആ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇനി ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വി നീഡ് ടു ബി കെയർഫുൾ വിത്ത് ദ സ്പെല്ലിംഗ് ആൻഡ് ദ പങ്ക്ച്വേഷൻസ് ദെയർ. സ്പെല്ലിങ്ങിലും അതുപോലെ തന്നെ പങ്ക്ച്വേഷൻസും ശ്രദ്ധിക്കണം. ഗ്രാമർ റിലേറ്റഡ് ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ബി വെരി കെയർഫുൾ വൈൽ റൈറ്റിംഗ്. റൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ടൈപ്പ് ക്വിക്ക്ലി വിത്ത് ഗിവിങ് മോർ അറ്റൻഷൻ ടു ഓർ ചെക്കിംഗ് ദ ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വളരെ പെട്ടെന്ന് തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ട്, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. സോ വളരെ എഫക്റ്റീവായിട്ട് വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മൈൻഡ് അത്രയും പ്രിപ്പയർഡ് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. ഇൻറ്റൻസ് ആയിട്ടുള്ള ലിസ്ണിംഗ് ആൻഡ് അതുപോലെ തന്നെ റൈറ്റിംഗ് സ്പീഡൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്പീഡൊക്കെ വരുമ്പോഴാണ് എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ടൈപ്പ് ക്വിക്ക്ലി വൈൽ ചെക്കിംഗ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. സോ റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എക്സൽ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ യു വിൽ ഹിയർ ദ ഓഡിയോ ഓൺലി വൺസ്. ഒരൊറ്റ തവണയാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ഷോർട്ട് സെൻറ്റൻസ് ആയിരിക്കും കേൾക്കുന്നത്. ടിപ്പിക്കലി ദാറ്റ് സെൻറ്റൻസ് വിൽ കണ്ടെയ്ൻ 18 to 16 number of words. We have to type exactly what we have heard into the response box. Then try to add as much of the words that we heard in the sentence. Then we have to echo it. That is, when you listen to that audio, try to echo it, try to repeat that in your head so that you can memorize it. Okay, then type quickly
by checking the grammar and spelling. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് കീ ഡീറ്റെയിൽസ് ആൻഡ് സ്കോറിംഗ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കീ ഡീറ്റെയിലിങ്സ് അതുപോലെ തന്നെ സ്കോറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് സ്കോറിംഗ്. സ്കോറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കണം? Points are awarded for each correctly spelled word in the correct sequence. Okay, so points നമുക്ക് കിട്ടുന്നത് എന്തിനാണ്? ഓരോ കറക്റ്റ് വേർഡ്, അതായത് നമ്മൾ സെൻറ്റൻസ് കേട്ടു, ആ സെൻറ്റൻസിൽ നമ്മൾ കേട്ട എക്സാക്ട്ലി അതുപോലെ തന്നെ ആ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് വേർഡ്സിനാണ് നമുക്ക് ഓരോ പോയിന്റ്സ് വെച്ചിട്ട് കിട്ടുന്നത്. സോ പോയിന്റ്സ് ആർ അവോർഡഡ് ഫോർ ഈച്ച് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെല്ലിങ്സ് വരുമ്പോഴും അതുപോലെ തന്നെ എക്സാക്ട്ലി കേട്ട വേർഡ് തന്നെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കോർ കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ കറക്റ്റ് സീക്വൻസ്. ഓക്കെ, കറക്റ്റ് സീക്വൻസിലും കൂടി വരുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്കോർ ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഓൾവേസ് ബി കെയർഫുൾ വൈൽ യൂസിങ് ദ വേർഡ്സ് ദാറ്റ് യു ഹിയർ. ട്രൈ ടു യൂസ് ഇറ്റ് ഇൻ ദ കറക്റ്റ് സ്പെല്ലിംഗ് വിത്ത് ദ കറക്റ്റ് ഗ്രമാറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഓൾ, ആൻഡ് ഓൾവേസ് ട്രൈ ടു ഫോളോ ഓർ മെയിൻറ്റെയിൻ ദ കറക്റ്റ് സീക്വൻസ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് impacts both your listening and writing scores. രണ്ട് മൊഡ്യൂൾസിലേക്കും സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് സ്കോർ ഫോർ ലിസ്ണിംഗ് ആൻഡ് ഓൾസോ ഫോർ റൈറ്റിംഗ്. രണ്ട് ടാസ്ക് ഇൻവോൾവ് ആണ്. നമ്മളൊരു ഓഡിയോ കേൾക്കുന്നുണ്ട്, സോ ആക്റ്റീവ് ലിസ്ണിംഗ് ഇസ് ഇൻവോൾവ് ആൻഡ് അഗെയിൻ വി ആർ റൈറ്റിംഗ് ദാറ്റ്. സോ അതുകൊണ്ട് റൈറ്റിംഗ് ടാസ്കും ഇൻവോൾവ് ആണ്. അപ്പോൾ രണ്ട് സ്കിൽസും അനലൈസ് ചെയ്യുന്നുണ്ട്, രണ്ട് സ്കില്ലും അസസ് ചെയ്യുന്നുണ്ട്. സോ യു ആർ ഗെറ്റിംഗ് സ്കോർ ഫോർ ബോത്ത് ലിസ്ണിംഗ് ആൻഡ് റൈറ്റിംഗ്. നെക്സ്റ്റ് ഇസ് പങ്ക്ച്വേഷൻ. പങ്ക്ച്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൈറ്റിംഗ് ടാസ്കുകളിലെല്ലാം ഗ്രാമർ, പങ്ക്ച്വേഷൻ, സ്പെല്ലിങ്സ് ഇതെല്ലാം വളരെയധികം പ്രയോറിറ്റി ഉള്ളതാണ്. ഇതിലെല്ലാം മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കോറിൽ ആ ഒരു ഡിക്ലൈൻ ഉണ്ടായിരിക്കും. സോ നമുക്ക് ആ സ്കോർ കോൺട്രിബ്യൂഷനിലേക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നിൽക്കുന്ന കുറച്ച് ആസ്പെക്ട്സ് ആണ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് ആണ് ഗ്രാമർ, സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ. സോ പങ്ക്ച്വേഷൻസ് വളരെയധികം കെയർഫുൾ ആവണം. കറക്റ്റ് പങ്ക്ച്വേഷൻ ഇസ് ക്രൂഷ്യൽ. സോ പങ്ക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റൈറ്റിംഗ് ഏത് ടാസ്ക് ചെയ്യുമ്പോഴായാലും അത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. സെൻറ്റൻസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റലൈസേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ദെൻ വെൻ യു എൻഡ് എ സെൻറ്റൻസ് മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് എ ഫുൾ സ്റ്റോപ്പ് ദെയർ. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതും എൻഡ് ചെയ്യുമ്പോൾ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യണം. ഇതെല്ലാം ബേസിക് റൈറ്റിംഗ്സിൽ അല്ലെങ്കിൽ റൈറ്റിംഗ് ടാക്ടിക്സിൽ വരുന്നതാണ്. സോ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നമുക്ക് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ചെയ്യുമ്പോഴായാലും റൈറ്റിംഗിലെ മറ്റ് ടാസ്കുകൾ ചെയ്യുമ്പോഴായാലും ഇതൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ സ്കോറിൽ അതനുസരിച്ചുള്ള കുറവുണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് റിയലി ക്രൂഷ്യൽ. സോ ബി വെരി മച്ച് കെയർഫുൾ അബൌട്ട് യൂസിങ് യുവർ പങ്ക്ച്വേഷൻസ്. സ്റ്റാർട്ട് ദ സെൻറ്റൻസ് വിത്ത് എ ക്യാപിറ്റൽ ആൻഡ് എൻഡ് ഇറ്റ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ബി മൈൻഡ്ഫുൾ ഓഫ് പ്ലൂറൽസ് ആൻഡ് ഹോമോഫോൺസ്. ഇനി അടുത്തതായിട്ട് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി വരുന്ന ഒരു മിസ്റ്റേക്ക് ഇത് തന്നെയാണ്. പ്ലൂറൽ ഫോംസിൻ്റെ യൂസേജ്, അതുപോലെ ഹോമോഫോൺസിൻ്റെ യൂസേജ്. ലൈക്ക് നമുക്ക് ആ വേർഡ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആക്റ്റീവ് ലിസ്ണിംഗ് അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ വരുന്നത്. അതായത് നമ്മൾ പ്ലൂറൽ ഫോംസിൽ യൂസ് ചെയ്യേണ്ടത് അതങ്ങനെ തന്നെ വരണം, എന്നാലേ നമുക്ക് അവിടെ സ്കോർ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ സ്റ്റുഡൻറ്റ് എന്ന വേർഡാണ്, സ്റ്റുഡൻസ് എന്നുള്ള വേർഡ് ആണ് നമ്മൾ എഴുതിയത് എന്ന് വിചാരിക്കുക. ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റുഡൻസ് പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ സിംഗുലർ യൂസ് ചെയ്തു. സ്റ്റുഡൻസ് എന്നതിന് പകരം സ്റ്റുഡൻറ്റ് എന്ന് യൂസ് ചെയ്തു. സിംഗുലർ ഫോമാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ആ പോയിന്റ് നമുക്ക് കിട്ടില്ല, ആ വേർഡിൻ്റെ സ്കോർ നമുക്ക് മിസ്സായിപ്പോവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്ലൂറൽ ഫോമിൽ യൂസ് ചെയ്യേണ്ട വേർഡ് നമ്മൾ സിംഗുലറിൽ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് മിസ്പെൽഡ് വേർഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് വേർഡ്സിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റോങ് വേർഡ് എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ മിസ്ഡ് വേർഡിലും വരും, അതുപോലെ തന്നെ മിസ്പെൽഡ് വേർഡിലും വരും, രണ്ടിലും വരും. എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്ത പോലെയാവും അത്. സോ അതുകൊണ്ട് തന്നെ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. പ്ലൂറൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കെയർഫുൾ ആവണം. അത് നമ്മൾ ആക്റ്റീവ് ലിസ്ണിംഗ് വരുമ്പോഴാണ്, ഇൻറ്റൻസ് ലിസ്ണിംഗ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് ആ വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബി വെരി കെയർഫുൾ വൈൽ ലിസ്ണിംഗ്. മേക്ക് ഷുവർ ദാറ്റ് ദ വേർഡ്സ് ദാറ്റ് യു ആർ യൂസിങ് ആർ എക്സാക്ട്ലി വാട്ട് യു ഹേർഡ്. സോ അത് ആക്റ്റീവ് ലിസ്ണിംഗ് വന്നാൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് വരുന്നൊരു ഏരിയയാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഹോമോഫോൺസ് എന്ന് പറയുമ്പോൾ സിമിലർ സൗണ്ടിങ് വേർഡ്സ് ആണ്. ആക്ച്വലി സിമിലർ സൗണ്ടിങ് വേർഡ്സ് ആണ്. ലൈക്ക് ദേർ രണ്ട് സ്പെല്ലിങ്സ് ആണ്. THERE there ഉണ്ട്, THEIR there ഉണ്ട്. ഈ THRE thereൻ്റെ മീനിങ്ങും THEIRൻ്റെ ആ ഒരു വേർഡിൻ്റെ മീനിങ്ങും രണ്ടും ഡിഫറെൻ്റ് ആണ്. ബട്ട് ദേ സൗണ്ട് സിമിലർ. രണ്ടും കേൾക്കുമ്പോൾ ഒരുപോലെയാണ്, ഹോമോഫോൺസ് ആണ്.
ഓക്കെ. സോ അങ്ങനെയുള്ള വേർഡ്സും നമുക്ക് കുറച്ച് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ എപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിപ്പോൾ നമുക്ക് ആ വേർഡ് ദേറാണോ, THERE ദേറാണോ, THEIR ദേറാണോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ ഒരു സെൻറ്റൻസിൻ്റെ ഗ്രാമാറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ മീനിങ് നോക്കിയാലാണ് നമുക്കത് ആ വേർഡ് എങ്ങനെയാണ് ഏത് കോണ്ടെക്സ്റ്റ് ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ മീനിങ് റിലേറ്റ് ചെയ്താൽ ഇപ്പോൾ THERE ദേർ എന്ന് പറഞ്ഞാൽ അവിടെ എന്നുള്ള മീനിങ് ആണ്. THEIR ദേർ എന്ന് പറഞ്ഞാൽ അവരുടെ എന്നുള്ള മീനിങ് ആണ്. രണ്ടിനും മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. സോ എപ്പോഴും ആ സെൻറ്റൻസ് എന്താണ്, സെൻറ്റൻസിൻ്റെ മീനിങ് കോണ്ടെക്സ്റ്റ് എന്താണ് മനസ്സിലാക്കി അതനുസരിച്ച് ഈ വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പ്ലൂറൽ ഫോംസ്, ഹോമോഫോൺസ് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ആണ്, പങ്ക്ച്വേഷൻസിൽ വരുന്നതാണ്. സോ ബി വെരി കെയർഫുൾ ഓർ ബി മൈൻഡ്ഫുൾ ഓഫ് പ്ലൂറൽസ് ആൻഡ് ഹോമോഫോൺസ്. ദെൻ കംസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതും വളരെയധികം ശ്രദ്ധിക്കണം. എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയണ്ടേ? ഓരോ ടാസ്കിലും നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം. സോ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ വി മേ ഹാവ് 3 to 4 ക്വസ്റ്റ്യൻസ്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്ന, അതായത് ലിസ്ണിംഗ് മൊഡ്യൂളിൽ ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ബിക്കോസ് നല്ല രീതിയിൽ സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്നൊരു ഏരിയ ആണ്. ഇൻറ്റഗ്രേറ്റഡ് ടാസ്ക് ആയതുകൊണ്ട് വി ഹാവ് ടു പ്രയോറിറ്റൈസ് ദിസ് ഏരിയ. സോ നല്ല രീതിക്ക് പ്രാക്ടീസ് കൊടുക്കേണ്ട ഒരു ടാസ്ക് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. സോ 3 to 4 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മേ ബി ദെയർ. ദെൻ ഓഡിയോ ലെങ്ത്. ഓഡിയോ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന ആ ഒരു ഓഡിയോ, അതായത് സെൻറ്റൻസ് ഏകദേശം നിയർലി 3 to 5 സെക്കൻഡ്സ് ഒക്കെ ലെങ്ത് വരുന്നൊരു ഓഡിയോ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതായത് നമ്മൾ കേൾക്കുന്ന സെൻറ്റൻസിൻ്റെ ആ ഒരു ലെങ്ത്, ഓഡിയോ ലെങ്ത് ആണ് പറയുന്നത്. 3 to 5 സെക്കൻഡ്സ് ആണ് ഓഡിയോ ലെങ്ത് ടിപ്പിക്കലി ഉണ്ടായിരിക്കുക. ഓക്കെ. സോ ദീസ് ആർ സം ഓഫ് ദി കീ ഡീറ്റെയിൽസ് ആൻഡ് സ്കോറിംഗ് റിലേറ്റഡ് ഡീറ്റെയിലിങ്സ് വിച്ച് വി നീഡ് ടു നോ വൈൽ ഡൂയിങ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. സോ ആസ് പെർ ദ സ്ലൈഡ് ഹിയർ സ്കോറിംഗിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഓരോ കറക്റ്റ് വേർഡിന് കറക്റ്റ് സ്പെല്ലിംഗ് വരുമ്പോഴും അതുപോലെ കറക്റ്റ് വേർഡ് സീക്വൻസിൽ യൂസ് ചെയ്യുമ്പോഴാണ് സ്കോർ കിട്ടുന്നത്. പോയിന്റ്സ് ആർ awarded for each correctly spelled word. Then score contribution is for both modules, that is listening and writing. Then punctuation is really crucial. We need to start the sentence with a capital letter and end the sentence with a full stop. Then be mindful of the plurals and homophones that we are using there. കാരണം നമ്മൾ യൂസ് ചെയ്ത് ഇൻകറക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വേർഡ് മിസ്ഡ് വേർഡിലും വരും, അതുപോലെ തന്നെ മിസ്പെൽഡ് വേർഡിലും വരും. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എക്സ്ട്രാ വേർഡ്സിൽ വരും. സോ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ദെൻ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് that we may have from right from dictation is 3 to 4. Then the audio length that you are going to listen may be from 3 to 5 seconds. Okay. അപ്പോൾ 8 to 16 നമ്പർ ഓഫ് വേർഡ്സ് ഒക്കെ ആയിരിക്കും ഒരു സിംഗിൾ സെൻറ്റൻസിൽ വരുന്നുണ്ടായിരിക്കുക. സോ അത്രയും ആക്റ്റീവ് ലിസ്ണിംഗ് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. Next is effective strategies. Effective strategies. How can we excel in right from dictation? What all things we need to focus on for improving our this task, or while how to improve our right from dictation skills? What all things we need to do here? അത് ആ ഒരു ഡീറ്റെയിലിങ്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ തന്നിരിക്കുന്നത്. സോ effective strategies. Listen actively. That's the first and foremost thing that we need to do. Active listening should be there. Intense listening is really mandatory here. കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, ഫോക്കസ്ഡ് ആയിട്ട് കേൾക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ലിസ്ണിംഗ് റിലേറ്റഡ് ഏത് ടാസ്ക് ആയാലും പ്രോപ്പറായിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ be an active listener. Listening is really essential here. Active listening is really essential. So focus on the meaning and structure of the sentence to help with memory retention. So നമ്മൾ കേൾക്കുന്ന സെൻറ്റൻസ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ മീനിങ് അതിൽ ഫോക്കസ് ചെയ്യുക. അതായത് ഒരു സെൻറ്റൻസ് കേട്ടു, സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ബട്ട് നമ്മൾ ഈ വെറുതെ കുറേ വേർഡ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും മീനിങ് ആവില്ല. സോ വാട്ട് എവർ വി ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി മീനിങ് ഫുൾ. അത് കറക്റ്റായിട്ടൊരു മീനിങ് കൺവേ ചെയ്യുന്നതാണ് ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മീനിങ് റിലേറ്റ് ചെയ്യാൻ നോക്കുക. കേൾക്കുന്നത് എന്താണോ അതിൻ്റെ മീനിങ് റിലേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ നോക്കുക. അത് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യും? ഇറ്റ് ഹെൽപ്സ് ഫോർ മെമ്മറി റിറ്റൻഷൻ. നമ്മുടെ ഓർത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടത് ഓർമ്മ നിലനിർത്താനായിട്ട് നമുക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സോ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ മീനിങ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ സെൻറ്റൻസ്. ദെൻ taking notes. Next point ആണ്. This is really important. Note taking.
ലൈക്ക് ലിസ്ണിംഗ് റിലേറ്റഡ് ആയിട്ട് ചില ടാസ്കുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ലിസ്ണിംഗ് ഇൻറ്റഗ്രേഷൻ വരുന്ന ടാസ്ക് ആയിരിക്കാം, ലിസ്ണിംഗ് മെയിൻ മൊഡ്യൂളിലെ ടാസ്കുകളായിരിക്കാം. ഫോർ എക്സാമ്പിൾ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, അവിടെ നമുക്ക് നോട്ട് ടേക്കിംഗ് വരുന്നുണ്ട്. റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിലും നോട്ട് ടേക്കിംഗ് എസെൻഷ്യൽ ആണ്. പിന്നെ വരുന്നത് സ്പീക്കിംഗ് ടാസ്കുകളിലേക്ക് വരുമ്പോൾ റീറ്റൽ ലെക്ചർ, സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഫോർ ലൈക്ക് അക്കാഡമിക്സിൽ മാത്രമുള്ള ടാസ്കുകളാണ്. സോ അവിടെ എല്ലാം എന്ത് വരുന്നുണ്ട്, നോട്ട് ടേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ വാട്ട് ഈസ് ആക്ച്വലി ദിസ് നോട്ട് ടേക്കിംഗ്? കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കേട്ടത് എന്താണോ അതിലെ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നതാണ്. ബട്ട് റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിൽ നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആ സെൻറ്റൻസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. സോ അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം? Quickly jot down keywords or first letter of each word as you listen to quickly capture the sentence outline. So നമുക്ക് കേൾക്കുന്ന ആ സെൻറ്റൻസിലെ എക്സാക്ട്ലി കംപ്ലീറ്റ് വേർഡ്സും ഒറ്റ സ്ട്രെച്ചിൽ കേട്ട് അത് നോട്ട് ചെയ്യാൻ പോസിബിൾ അല്ല. ഓക്കെ, ഒറ്റ ടൈം ആ കേൾക്കാൻ പറ്റുന്നുള്ളൂ. വി ക്യാൻ ഹിയർ ടു ദ ഓഡിയോ ഓൺലി വൺസ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ട്രൈ ടു നോട്ട് ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ്സ് ദാറ്റ് യു ഹാവ് ഹേർഡ്. നമ്മൾ ആ സെൻറ്റൻസിൽ കേട്ടിട്ടുള്ള വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എങ്കിലും നോട്ട് ചെയ്യാൻ നോക്കുക. ഓർ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓർ ഫസ്റ്റ് 2 to 3 ലെറ്റേഴ്സ് എങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. ഷോർട്ട് ഫോംസിലായിരിക്കും നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഷോർട്ട് ഫോംസിൽ നോട്ട് ചെയ്യാം, സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ നമ്മുടെ നോട്ട് മേക്കിംഗ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്യാനും പോസിബിളാണ്. അതുപോലെ തന്നെ അത് റൈറ്റിങ്ങിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റും. സോ ക്വിക്ക്ലി ജോട്ട് ഡൗൺ ദ കീവേഡ്സ്, ട്രൈ ടു നോട്ട് ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ദ ഈച്ച് വേർഡ് ദാറ്റ് യു ഹാവ് ഹേർഡ് ആൻഡ് ക്വിക്ക്ലി ക്യാപ്ചർ ദ സെൻറ്റൻസ് ഔട്ട്ലൈൻ. അപ്പോൾ ഒരു കൃത്യമായിട്ട് ഇത്രയും വേർഡ്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ലെറ്റേഴ്സെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സോ അതൊരു നല്ല ടെക്നിക്കാണ്. ട്രൈ ടു ഫോളോ ദാറ്റ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ലെറ്റർ ഓർ എൽസ് നമുക്ക് ഒരു 2-3 ലെറ്റേഴ്സ് എങ്കിലും, ഒരു വേർഡിൽ 2-3 ലെറ്റേഴ്സ് എങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ വേണം നോട്ട് മേക്കിംഗ് ചെയ്യാനായിട്ട്. ദിസ് എയ്ഡ്സ് മെമ്മറി റീകോൾ. ഇത് എന്തിനാണ് നമ്മളിങ്ങനെ ആ ഫസ്റ്റ് ലെറ്റേഴ്സ് നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നത്? നമ്മുടെ മെമ്മറി റീകോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണത്. കാരണം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഫസ്റ്റ് ലെറ്റേഴ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇന്നതായിരുന്നു അല്ലെങ്കിൽ ഇന്നൊരു വേർഡ് ആയിരുന്നു അവിടെ എന്ന് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ടതുമായിട്ട് അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് വിൽ റിയലി ഹെൽപ്പ് യു. ട്രൈ ടു ഫോളോ ദിസ് സ്ട്രാറ്റജി. Try to do this. Jot down the words that you have heard. Try to note down at least the first two or three letters from the word that you have heard, and then you can recall that. It will really help you. So ingane cheyyavunnathanu. Next one, focus on chunks. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇപ്പോൾ ഒരു സെൻറ്റൻസ് കേട്ടു. ഇപ്പോൾ ലോങ് സെൻറ്റൻസ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു നിയർലി 16 വേർഡ്സ് ഒക്കെ വരാം എന്നുള്ളത്. സോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് കുറച്ച് ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ദ സെൻറ്റൻസ് ഇൻ ടു സ്മോളർ മാനേജബിൾ ഫ്രേസസ് ഓർ ചങ്ക്സ്. ഫ്രേസസ് ആയിട്ട്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് സെൻറ്റൻസിനെ നമുക്ക് സ്മോളർ മീനിങ് ഫ്രേസസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അതും യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. സോ ഈ പറഞ്ഞ ഫോക്കസ് ഓൺ ചങ്ക്സ് എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിനെ നമ്മൾ മീനിങ് ഫ്രേസസ് ആക്കി മാറ്റുമ്പോൾ ലൈക്ക് ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ആ വേർഡ്സിനെ ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതും നമുക്ക് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. സോ യു ക്യാൻ ട്രൈ ദാറ്റ് ടു. ദെൻ പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ്ലി. ദിസ് ഇസ് റിയലി what we have to do. നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സസ് ത്രൂ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇതൊന്നും ഫ്രൂട്ട്ഫുൾ ആവില്ല. സോ ഇഫ് യു വാണ്ട് ഗുഡ് റിസൾട്ട്സ് ഇൻ വാട്ട് യു ഡു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. വി നീഡ് ടു വർക്ക് ഹാർഡ് ഓൺ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ടൈപ്പ്. ഓൺലി ദെൻ വി ക്യാൻ ബ്രിങ് എ ഗുഡ് റിസൾട്ട് ദെയർ. സോ ഇഫക്റ്റീവ് പ്രാക്ടീസ് ഓർ പ്രാക്ടീസ് കൺസിസ്റ്റൻസി ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. This will help you build speed, accuracy and familiarity with the task. അതായത് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമുക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സ്പീഡ് ആവശ്യമാണ്. ദാറ്റ് ഈസ് ലിസൺ ചെയ്തിട്ട് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ആ നോട്ട് ചെയ്യുന്നതിൽ നമുക്ക് സ്പീഡ് വേണം. ഓക്കെ, എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് എല്ലാ വേർഡ്സും നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ നോട്ട് ടേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ആവശ്യമാണ്. ദെൻ ടൈപ്പിംഗ് ചെയ്യുമ്പോൾ, അതായത് റൈറ്റിംഗ് ചെയ്യുമ്പോഴായാലും റെസ്പോൺസ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ സ്പീഡ് ആവശ്യമാണ്. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഓൺലി ലിമിറ്റഡ് ടൈം ദെയർ. ഒരുപാട് സമയമില്ല. സോ ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ വി നീഡ് ടു ബി വെരി ഫാസ്റ്റ് ദെയർ. സോ സ്പീഡ് ഇസ് റിയലി എസെൻഷ്യൽ. അപ്പോൾ ആ സ്പീഡ് നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് വേണം. എന്നാൽ മാത്രമാണ് അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് തിങ് ഇസ് ആക്യുറസി. നമ്മൾ എഴുതുന്നത് എന്താണോ അത് ആക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാക്ടീസ് ആവശ്യമാണ്. ലൈക്ക്
കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനോട് ഫെമിലിയർ ആവുന്നത്. സോ ഇങ്ങനെയാണ് ആ ഫോർമാറ്റ് നമുക്ക് മനസ്സിലാവും, അത് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവും. സോ നമുക്ക് ആ ഫോർമാറ്റ് അനുസരിച്ച് ഓരോ ടാസ്കും ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്പീഡ്, ആക്യുറസി, ഫെമിലിയറിറ്റി ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ടാസ്കിനോട് ഇപ്പോൾ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ മാത്രമല്ല ഏത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആയാലും ഒരുപാട് വട്ടം നമ്മൾ ആ സിമിലർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ അല്ല, അതേ പാറ്റേണിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ടാസ്കിനോട് നമ്മൾ ഫെമിലിയർ ആകും. അപ്പോൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കത് പെർഫോം ചെയ്യാനും പറ്റും. Okay, so these are some of the effective strategies that we need to follow while doing write from dictation. So that's all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക് ദാറ്റ് ഇസ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫ്രം ലിസ്ണിംഗ് ആസ് വി ഹാവ് ഓൾറെഡി സെഡ് ഏർലിയർ. സോ ഇത് നല്ല രീതിക്ക് പ്രാക്ടീസ് വേണ്ട ഒരു ഏരിയ ആണ്, കാരണം സ്കോർ കോൺട്രിബ്യൂഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നതാണ്. സോ please practice well, follow the strategies that we have discussed here, try to work hard on the task. This will really help you to score better in write from dictation. So that's all for today. Thank you everyone, thank you for joining, and do follow us for more.